നാം തുടർമാനമായിട്ട് കൊരിന്ത്യ ലേഖനത്തിൽ നിന്ന് ചിന്തിച്ചു വരുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് നാം കൊരിന്ത്യ ലേഖനം സ്റ്റാർട്ട് ചെയ്യുവാനായിട്ടിടയായത്. കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചത് എന്താണ് കൊരിന്ത് എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ്. പിന്നെ ആ ദൈവസഭയിലുണ്ടായ ഭിന്നതയെക്കുറിച്ച് ഒക്കെ നമുക്ക് കഴിഞ്ഞ ആഴ്ച ചിന്തിക്കുവാനായിട്ടിടയായി. ഈ കൊരിന്ത് പട്ടണത്തിന്റെ പ്രത്യേകത എന്താണ്? കഴിഞ്ഞ ആഴ്ച നാം പിന്നെയും ഈ കൊരിന്ത്യരെ അവരുടെ മോറലായിട്ട് അത്ര നല്ല ഒരു ക്യാരക്ടറുള്ള ആൾക്കാരൊന്നും അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആൾക്കാരെ കളിയാക്കി നീ കൊരിന്ത്യനാണോ എന്ന് ചോദിക്കുന്ന നിലവാരത്തിൽ അത്രയ്ക്ക് അധപ്പതിച്ച ഒരു മോറൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു സമൂഹമായിരുന്നു കൊരിന്ത്. ഇപ്പം കൊരിന്ത് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച അല്പമായിട്ട് ചിന്തിക്കുവാനായിട്ടിടയായി. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഈ സിറ്റിയിൽ ഒരുപാട് മ്ലേച്ഛതകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതൊരു വലിയ സിറ്റി ആയിരുന്നു, കോസ്മോപൊളിറ്റിക്കൽ സിറ്റി ആയിരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ജ്ഞാനികളും ഒരുപാട് കോൺഫറൻസസ്, നമ്മുടെ ഭാഷയിൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരുപാട് സംവാദങ്ങളും കോൺഫറൻസുകളും ജ്ഞാനികളും ഒക്കെയുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കൂടി വരുന്ന ഒരു സ്ഥലമായിരുന്നു. ഇന്ന് നാം ആയിരിക്കുന്ന സ്ഥലത്ത് അതൊരു കൊച്ചു സിറ്റി ആയതുകൊണ്ട് അധികം പേരൊന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് കോൺഫറൻസസുകളൊന്നും ഇവിടെ നടക്കാറില്ല. എന്നാൽ നമുക്കറിയാം, ഏതെങ്കിലും വലിയ വലിയ സിറ്റീസിൽ അവിടെയാണ് മെയിനായിട്ടുള്ള കോൺഫറൻസും സ്പീക്കേഴ്സും വളരെ ജ്ഞാനികളായിട്ടുള്ള ആൾക്കാരും ഒക്കെ കടന്നു വരുന്ന സ്ഥലം. ഇപ്പം ഈ കൊരിന്തിന് അങ്ങനെ ഒരു പശ്ചാത്തലം കൂടെ ഉണ്ട്. വിസ്ഡം അല്ലെങ്കിൽ ജ്ഞാനത്തിന്റെ ഒരു വലിയ ഒരു സംഭാഷണങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമായിരുന്നു ഈ കൊരിന്ത് സ്ഥലം. അങ്ങനെ ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് തുടർമാനമായിട്ട് ചിന്തിക്കാനായിട്ട് ഇടയാകട്ടെ. അതിന്റെ 18, 19 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. മലയാളത്തിൽ ആർക്കെങ്കിലും ഒന്ന് വായിച്ചാൽ നന്നായി. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്യം, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാകുന്നു. അതിനെ ഒന്നുകൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ നമുക്കിങ്ങനെ വായിക്കാം, ക്രൂശിന്റെ വചനം ഭോഷത്വമാകുന്ന വ്യക്തികളൊക്കെ നശിച്ചു പോകുന്നവരുടെ പാതയിലാണ്. അപ്പൊ ക്രൂശിന്റെ വചനം അത് ദൈവശക്തിയായവർ മാത്രമാണ് ദൈവം ആഗ്രഹിക്കുന്ന ആ ഇടുങ്ങിയതും ഞെരുങ്ങിയതുമായിട്ടുള്ള പാതയിൽ സഞ്ചരിക്കുന്ന വ്യക്തികൾ. ഇപ്പം ഈ ക്രൂശിന്റെ വചനം എന്താണെന്ന് ചോദിച്ചാൽ തന്നെ നമുക്ക് അറിയാം, കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നു. നമ്മുടെ പാപങ്ങളെല്ലാം അവൻ്റെ മേല് അവനേറ്റ് കൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടിയിട്ട് മരിച്ചു. അപ്പൊ ഇതിനകത്ത് ഒരു വലിയ ദൈവശക്തിയോ അല്ലെങ്കിൽ മാനുഷികമായ കണ്ണുകളാൽ നോക്കുമ്പോൾ ഇതിനകത്ത് വലിയ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒന്നും അവൻ്റെ ക്രൂശ് മരണത്തിൽ കാണുവാനായിട്ട് കഴിയത്തില്ല. ആ ക്രൂശ് മരണം റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് മാനുഷികമായിട്ട് അതൊരു നിന്ദയും പരിഹാസവും പരാജയവും മരണവും അങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് ലോകപ്രകാരമുള്ള ജ്ഞാനികൾക്ക് ഇത് അത്ര നല്ലൊരു കാര്യമല്ല. ഇതൊരു നല്ല ഒരു ജയമായിട്ട് അവർ കണക്കാക്കുന്നില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇന്ത്യയിലൊക്കെ ഗുരു എന്നറിയപ്പെടുന്ന ഒരുപാട് മെഡൽസും ഒരുപാട് അപ്രീസിയേഷനും ഒക്കെ ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. പുള്ളിയുടെ പേര് ഞാൻ പറയുന്നില്ല. ഇന്നും വളരെ സജീവമായിട്ട് പുള്ളിക്ക് 12.5 മില്യൺസ് ഫോളോവേഴ്സ് ഉണ്ട് യൂട്യൂബിൽ തന്നെ. അപ്പോൾ ഒരുപാട് ചർച്ചകളിലൊക്കെ അദ്ദേഹം വളരെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് ഇന്ത്യയിലുള്ള ഒരുപാട് പ്രിയപ്പെട്ടവർ തന്നെ, ഇന്ത്യയിൽ മാത്രമല്ല ഓൾ ഓവർ ദ വേൾഡ് പുള്ളി ഒരുപാട് പേര് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ താൻ പറഞ്ഞ ഒരു കാര്യം എനിക്ക് ചിന്തിക്കുവാനായിട്ടിടയായി. അത് ഇങ്ങനെയാണ്: ഒരു വ്യക്തി 33 വയസ്സ് ജീവിച്ച ഒരു ചെറുപ്പക്കാരൻ യേശുവിനെ കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ തൻ്റെ ഉത്തരം ഇതായിരുന്നു: യേശു
നല്ല വ്യക്തിയാണ്. തൻ്റെ വചനങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ പറ്റിയ വചനങ്ങളാണ്. വളരെ വ്യത്യസ്തമായി ഈ ലോകത്തിൽ ജീവിച്ച ഒരു വ്യക്തിയാണ്. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം അവസാനം പറഞ്ഞൊരു കാര്യം, അങ്ങനെയൊക്കെ ആണെങ്കിലും 33 വയസ്സ് ലോകത്തിൽ ജീവിച്ച ഒരു ചെറുപ്പക്കാരൻ കാൽവറി ക്രൂശിൽ ഈ മരിക്കുക എന്ന് പറയുന്നത് അത്ര നല്ല ഒരു കാര്യമല്ല എന്ന് പറഞ്ഞാൽ അതൊരു ജയമായിട്ട് കാണുവാനായി കഴിയത്തില്ല. പറഞ്ഞതിൻ്റെ അർത്ഥം, ഇത്രയും ഫോളോവേഴ്സും ഒരുപാട് ജ്ഞാനം സംസാരിക്കുന്ന ഇദ്ദേഹം ഒരു മതത്തിൻ്റെ പ്രാസംഗികനായിട്ടൊന്നും അല്ല അദ്ദേഹത്തിന് അറിയപ്പെടുന്നത്. പുള്ളി എല്ലാ മതങ്ങളെയും അക്സെപ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരുപാട് ജ്ഞാനത്തെക്കുറിച്ചും ഒരുപാട് പേഴ്സണൽ ലൈഫിനെ കുറിച്ചും ആൾക്കാർ എങ്ങനെ ജീവിക്കണം, ഈ ലൈഫിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കുന്ന ഒരു വ്യക്തിയെ, ഇത്രയും ജ്ഞാനവും ഇത്രയും ഫോളോവേഴ്സും ഒക്കെ ഉള്ള ഒരു വ്യക്തിക്ക് ഈ ക്രൂശിന്റെ സത്യം വെളിപ്പെട്ട് കിട്ടിയില്ല. അതിൻ്റെ അർത്ഥം പുള്ളിക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞത് എന്തിനായി ഉദാഹരണം പറഞ്ഞെന്ന് ചോദിച്ചാൽ, പലർക്കും ഇതിൻ്റെ ഒരു ഗുഡൻസ് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. പച്ച മലയാളത്തിൽ പറഞ്ഞ ഇതിൻ്റെ എസൻസ് എന്തുവാന്ന് അങ്ങോട്ട് കിട്ടിയിട്ടില്ല. എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ പറയുന്നുവെങ്കിലും, വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയാമെങ്കിലും, ഈ ക്രോസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാകാത്തിടത്തോളം കാലം ഇന്ന് പല കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് ഒരു സംശയം തോന്നും, ഈ ക്രൂശിനെ കുറിച്ച് പ്രസംഗിക്കുന്നവർക്ക് പോലും ഇതെന്താണെന്ന് മനസ്സിലായില്ല എന്ന് തോന്നിപ്പോകും. കാര്യം ഈ ക്രോസിൻ്റെ ആ എസൻസ് എന്താണ്, അതിനകത്തെ തിയോളജി എന്താണ്, അതിനകത്തെ സത്യം എന്താണ്, ഇതാണ് ഒരു മനുഷ്യനെ മാറ്റുന്നത്. ഇതാണ് ഒരു മനുഷ്യനെ ട്രാൻസ്ഫോർമേഷനിലേക്ക് നയിക്കുന്നത്. അതാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ഇത് ലോകപ്രകാരം നോക്കിയാൽ ഒരു ഭോഷത്വമാണ്, ലോകപ്രകാരം നോക്കിയാൽ വലിയൊരു പരാജയമാണ്. പക്ഷെ ഇത് വലിയ പരാജയമായിരിക്കുമ്പോൾ തന്നെ ഒരു കാര്യം പൗലോസ് പറയുകയാണ്, ഈ ഭോഷത്വത്തെ വിശ്വസിക്കുകയും അത് ജീവിതത്തിൽ ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ആകമാനം ഒരു മാറ്റം സംഭവിക്കും. അതാണ് ട്രാൻസ്ഫോർമേഷൻ. ഒരു ക്രൂശ് നമ്മുടെ ജീവിതത്തിൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നില്ലെങ്കിൽ, ഈ ക്രൂശ് മൂലം നമ്മുടെ ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു മാറ്റം സംഭവിക്കുന്നില്ലെങ്കിൽ, ഈ ക്രോസ് കൊണ്ട് വലിയ അർത്ഥമൊന്നുമില്ല. നമുക്കറിയാം, നമ്മുടെ ക്രിസ്തീയ കുടുംബങ്ങളിൽ ജനിച്ചു വളർന്ന ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരുടെ എല്ലാം ജീവിതത്തിൽ അവരുടെ മാലകളിലും അല്ലെങ്കിൽ അവരുടെ ഭവനങ്ങളിലുമൊക്കെ പെന്തക്കോസ്റ്റൽ ഭാഗത്തിലുള്ള ഒരു വ്യക്തിയിലായിരിക്കാം, പക്ഷെ മറ്റ് സാമുദായിക ബാക്ക്ഗ്രൗണ്ടിലുള്ള പ്രിയപ്പെട്ടവരുടെ എല്ലാം ജീവിതത്തിൽ ഈ ക്രൂശ് ഒരു വലിയ സേക്രട്ടായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അവരുടെ മാലയിലും മോതിരത്തിലും വീട്ടിലും എല്ലായിടവും ഒരു ക്രൂശിൻ്റെ സിമ്പിളൊക്കെ വെച്ചേക്കുന്നതിൻ്റെ അർത്ഥം. പക്ഷെ ഈ സിമ്പിൾ വെച്ചതുകൊണ്ട് കാര്യമില്ല. ഇതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കി ഇത് നമ്മളെ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് നയിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ക്രൂശ് കൊണ്ട് ഒരർത്ഥം ഉണ്ടാകത്തുള്ളൂ. അതിനെയാണ് നമ്മൾ വീണ്ടെടുക്കപ്പെട്ടക അല്ലെങ്കിൽ ബോൺ അഗെയിൻ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അതൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നടക്കാത്തിടത്തോളം കാലം ഇത് ഒരു ഫൂളിഷ് മെസ്സേജാണ്. 20-21 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ജ്ഞാനി എവിടെ? ശാസ്ത്രി എവിടെ? ഈ ലോകത്തിന്റെ താർക്കികൻ എവിടെ? ലോകത്തിന്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കിയില്ലയോ? ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായക കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ഇവിടെ പൗലോസ് ഉദ്ദേശിച്ചിരിക്കുന്ന ചില വാക്യങ്ങൾ ഫൂളിഷ്നെസ്, 3 വിഭാഗക്കാരെ ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഒന്ന് വൈസ് പീപ്പിൾ, 2 ലീഗൽ എക്സ്പെർട്ട്, ടീച്ചേഴ്സ് ഓഫ് ലോ, 3 ഗ്രീക്ക് ഫിലോസഫേഴ്സ്. നമുക്കറിയാം, ലോകത്തിൽ മുഴുവനും എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള ഫിലോസഫേഴ്സ് ഗ്രീക്ക് ഫിലോസഫേഴ്സ് ആണ്. ഇവരുടെ ഒക്കെ ഈ ഫിലോസഫിയൊക്കെ കേൾക്കുമ്പോഴൊക്കെ വലിയ സന്തോഷമൊക്കെ തോന്നുമെങ്കിലും ഇതിനൊന്നും
മാറ്റുവാൻ കഴിയാതിരിക്കുമ്പോൾ, ജീവിതങ്ങളെ മാറ്റുവാൻ കഴിയാതിരിക്കുമ്പോൾ, ജീവിതങ്ങളെ ട്രാൻസ്ഫോം ചെയ്യുവാനായിട്ട് കഴിയാതിരിക്കുമ്പോൾ, ഈ ഗോസ്പൽ വളരെ സിമ്പിളാണ്. ഈ സിമ്പിളായിട്ടുള്ള ഗോസ്പൽ ആൾക്കാർക്ക് കേൾക്കുമ്പോൾ ഇതൊരു ഫുളിഷ്നെസ് തോന്നുന്ന ഈ സുവിശേഷം അത് ജനത്തെ മാറ്റുന്നു. ഇത് ദൈവത്തിൻ്റെ ഇത് ഗോഡ്സ് വേർഡിറ്റ്, ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിയാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കൊരിന്ത് പട്ടണത്തിൽ ഒരുപാട് ജ്ഞാനികൾ കടന്നു വരികയും അവരുടെ കോൺഫറൻസുകളൊക്കെ നടക്കുകയും അവരുടെ ഡിസ്കഷൻസ് ഒക്കെ നടക്കുകയൊക്കെ ചെയ്യുന്ന വലിയൊരു പട്ടണത്തിൽ, ഈ ജ്ഞാനത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പട്ടണത്തിൽ, അവിടെ നിന്നാണ് പൗലോസ് ഈ പറയുന്നത്. പൗലോസിന് മനസ്സിലായ ഒരു കാര്യം, താനും ജ്ഞാനത്തിൽ ഒട്ടും കുറവായ ഒരു വ്യക്തിയല്ലായിരുന്നു. തനിക്കും ഒരുപാട് ജ്ഞാനത്തെ ഒരുപാട് ജ്ഞാനമുള്ള, ഒരുപാട് കാര്യങ്ങൾ ക്ലെയിം ചെയ്യുവാനായിട്ട് കഴിവുള്ള ഒരു വ്യക്തിയാണ്. അവിടെ നിന്ന് പൗലോസ് പറയുകയാണ്, ഇതിനെയൊക്കെ ഭോഷത്വമാക്കിക്കൊണ്ട് ഈ ദൈവം ഉപയോഗിച്ചിരിക്കുന്ന ഈ സുവിശേഷം അത് ജനത്തെ മാറ്റിമറിക്കുവാനായിട്ട് കഴിയും. ഇന്നത്തെ പശ്ചാത്തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഈ സെൽഫ് ഇംപ്രൂവ്മെന്റ്, സെൽഫ് റിലയൻസ് ബുക്കുകൾ വായിക്കുകയും ഇന്ന് പോഡ്കാസ്റ്റൊക്കെ കേൾക്കുകയും, ഞാനും പോഡ്കാസ്റ്റൊക്കെ കേൾക്കാറുള്ള ഒരു വ്യക്തിയാണ്. പലപ്പോഴും നമ്മളെ ഇന്ന് അട്രാക്റ്റ് ചെയ്യുന്നത് ബെസ്റ്റ് സെല്ലേഴ്സ് ബുക്കുകളും അല്ലെങ്കിൽ സെൽഫ് ഇംപ്രൂവ്മെന്റ് പോഡ്കാസ്റ്റുകളും ടെഡ് ടോക്സും ഒക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ നടുവിൽ നിന്ന് ഇതിനൊന്നും കഴിയാത്ത ഒരു കാര്യം, ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ അകത്ത് ഭയങ്കര സന്തോഷം തോന്നും. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ അകത്ത് അങ്ങനെയൊക്കെ ചെയ്താൽ കൊള്ളാമെന്നൊക്കെ നമുക്ക് തോന്നും. അല്ലെങ്കിൽ ഇനിയും തൊട്ട് അങ്ങനെ ജീവിക്കണമെന്നൊക്കെ നമുക്ക് അങ്ങനെയുള്ള ചിന്തകളൊക്കെ നമ്മുടെ അകത്ത് വരുമെങ്കിൽ ഇതൊന്നും നമ്മളെ മാറ്റത്തില്ല. മാറ്റുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ സുവിശേഷത്തിൻ്റെ, പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ സുവിശേഷത്തിൻ്റെ പോഷത്വമായ വളരെ സിമ്പിളായിട്ടുള്ള ദൈവത്തിൻ്റെ വചനമാണ് നമ്മളെ മാറ്റുന്നത്. അതുകൊണ്ട് താനിവിടെ ചോദിക്കുന്ന ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കിയല്ലോ. ഇത്രയും വലിയ ജ്ഞാനികൾക്കൊന്നും മാറ്റാൻ കഴിയാത്തത് കർത്താവിൻ്റെ ക്രൂശ് മരണം കാരണം, കർത്താവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ മെസ്സേജ് കാരണം വലിയ മാറ്റം ഈ ലോകത്തിൽ ഉണ്ടാകുവാനായിട്ടിടയായി. 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്കിടെ ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വവുമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട എല്ലാവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. ദൈവത്തിന്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതുമാകുന്നു. ഈ 18ാമത്തെ വാക്യത്തിനെ പൗലോസ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് വരികയാണ്. എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആ 18ാമത്തെ വാക്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ജൂസിനെ സംബന്ധിച്ച് അവരെപ്പോഴും ആഗ്രഹിക്കുന്നത്, അവർക്ക് സയൻസ് വേണം, അവർക്ക് അത്ഭുതങ്ങൾ നടക്കണം. ഇന്നത്തെ ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നമുക്ക് ഇതൊന്ന് പഠിക്കുവാനായിട്ട് കഴിയും. ഇപ്പം 2 വിഭാഗക്കാരാണുള്ളത്. ഒന്ന്, അവർ പവറിൽ വിശ്വസിക്കുന്നു, അവർക്ക് എന്തെങ്കിലുമൊക്കെ നടക്കണം. രണ്ടാമത്തെ വിഭാഗക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിസ്ഡത്തിലാണ്, അവരെന്ത് കേട്ട് കഴിഞ്ഞാലും അവർക്ക് അങ്ങനെ ഭയങ്കര ഒരു വെളിപ്പാടും റെവലേഷനും ഇതിലങ്ങ് എൻജോയ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഇങ്ങനെ 2 ഗ്രൂപ്പ്. ഞാനിത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി, ഇന്നും നമ്മുടെ സമൂഹത്തിലെല്ലാം നമ്മുടെ സഭകളിലൊക്കെ ഇങ്ങനെയുള്ള 2 ഗ്രൂപ്പുകളുണ്ട്. ഒരു ഗ്രൂപ്പിനെന്ന് പറഞ്ഞാൽ മുഴുവനും പവറിൻ്റെയാണ്, അവർക്ക് വചനമൊന്നും വേണ്ട, മുഴുവൻ പവർ, എന്തെങ്കിലുമൊക്കെ സംഭവിക്കണം, ആരെങ്കിലുമൊക്കെ സൗഖ്യമാകണം, ആരെങ്കിലുമൊക്കെ എണ്ണീക്കണം, ഈ പവർ മാത്രമേ ഉള്ളൂ അവരുടെ ഫോക്കസ്. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പവറിലൊന്നും അല്ല അവർ വിശ്വസിക്കുന്നത്, അവർക്ക് ഈ വാചനവും പഠനവും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമാണ്, മറ്റേതുമില്ല ഇതുമില്ല. 2 വിഭാഗക്കാരെ ഇതിനകത്ത് കാണാനായിട്ട് കഴിയും. ഇവിടെ പൗലോസ് 2 പേരെയും പറഞ്ഞിരിക്കുകയാണ്. ഒരാൾക്ക് ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഈ വിസ്ഡം, സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വിസ്ഡത്തിലാണ് ഒരു ഗ്രൂപ്പിന് താല്പര്യം, ഒരു ഗ്രൂപ്പിന് എല്ലാം സയൻസ് വേണം. പക്ഷേ ഈ 2 ഗ്രൂപ്പും എക്സ്പെക്ട് ചെയ്ത ഒരു കാര്യമല്ല ക്രൂശിൽ നടന്നത്. അവിടെ ഈ ക്രൂശിന് വലിയ ഫിലോസഫി ഒന്നും പറയാനായിട്ടില്ല, പക്ഷേ വലിയ പവറും അവിടെ നടന്നില്ല. ഇവിടെ കണ്ടത്, ക്രൂശിൽ കണ്ടത് ഒരു മാനുഷിക കണ്ണുകൊണ്ട് നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ഒരു വീക്ക്നെസ്സാണ്. ഈ യഹൂദന്റെ രക്ഷയ്ക്കായിട്ട് വന്ന യേശു താൻ ഈ കാൽവറി ക്രൂശില് തൻ്റെ ഈ ക്രൂശും ചുമന്നുകൊണ്ട്
വീണു എണ്ണീറ്റും പോകുന്ന ഒരു യേശുവിൻ്റെ ചിത്രം. അതിൻ്റെ അവസാനം കാൽവറി ക്രൂശില് നമുക്ക് വേണ്ടി മരിക്കുന്ന ഒരു യേശുവിൻ്റെ ചിത്രം ലോകക്കാരുടെ മുമ്പിൽ അതൊരു വലിയ പരാജയമാണ്. എന്നാൽ ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ കണ്ണ് തുറന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അതിനകത്തൂടെ നടന്ന സംഭവങ്ങളെക്കുറിച്ച്, ആത്മീക മണ്ഡലത്തിൽ അതിനകത്തൂടെ നടന്ന ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. ഇവിടെ പറഞ്ഞതിൻ്റെ ഒരു കാര്യം, ഇവിടെ ഒരു കൾച്ചറൽ എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. ആ എക്സ്പെക്ടേഷൻ അനുസരിച്ചല്ല ക്രൂശിൽ നടന്നത്. ഇവരുടെ എക്സ്പെക്ടേഷന്റെ പ്രതീക്ഷ രണ്ട് കാര്യങ്ങളും അവിടെ നടന്നു. ക്രൂശിന്റെ മർമ്മം അവിടെ, കാൽവറി ക്രൂശിലെ വലിയൊരു വിസ്ഡം, വലിയൊരു മർമ്മം, അത് ദൈവത്തിന്റെ വിസ്ഡമായിരുന്നു. അത് ഹ്യൂമൻ വിസ്ഡത്തിന് ഒരിക്കലും കോംപ്രിഹെൻഡ് ചെയ്യുവാൻ, അവർക്കിനും മനസ്സിലാക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു ദൈവികമായിട്ടുള്ള ഒരു പദ്ധതി അതിനകത്ത് നടന്നു. അതുപോലെ തന്നെ കാൽവറി ക്രൂശില് പിശാചിന്റെ തലയെ തകർത്ത് വലിയൊരു ജയം അവിടെ സംഭവിച്ചു. പക്ഷെ ഈ കാണുന്ന ജനത്തിന് ഇത് രണ്ടും മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അവര് വിചാരിച്ച രണ്ട് കാര്യങ്ങളും നടന്നു, പക്ഷെ അതൊരു ഡിഫറെന്റ് ഫോമിലാണ് നടന്നത്. ഇത് യഹൂദനും ഗ്രീക്കുകാർക്കും മനസ്സിലായില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ ആ പ്രവൃത്തികൾ, ഞാൻ ഇന്നത്തെ പശ്ചാത്തലത്തിൽ നിന്ന് നമ്മളോട് ചോദിച്ചാല്, ഇന്ന് നാം പല അത്ഭുതങ്ങളുടെ പുറയിലും, അല്ലെങ്കിൽ ഒരു കൂട്ടര് ഇതൊന്നുമല്ല, അത്ഭുതമൊന്നുമല്ല, ഈ വചനം, അവർക്ക് ഈ വചനമൊക്കെ പഠിക്കുന്നതൊക്കെ ഇഷ്ടം, പക്ഷെ ഒന്നും ചെയ്യുന്നത് ഇഷ്ടമല്ല. അവർക്കിങ്ങനെ സ്കോളേഴ്സ് ആയിട്ട് ഇങ്ങനെ ബുദ്ധിയെ ഇങ്ങനെ വർദ്ധിപ്പിച്ച് പുതിയൊരു ചിന്ത നല്ലതാണ്, കേൾക്കാൻ ഭയങ്കര രസമാണ്. എന്നാൽ അതിനപ്പുറത്ത് ഇത് രണ്ടുമല്ല ഇന്നത്തെ ഒരു ചർച്ചിനെ സംബന്ധിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. അവന്റെ ക്രൂശ് എടുത്ത് അവനെ അനുഗമിക്കുക എന്നുള്ള വലിയൊരു മർമ്മമാണ് നമ്മളെ ഓരോരുത്തരെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷെ പലപ്പോഴും ഇതങ്ങോട്ട് മനസ്സിലാകത്തില്ല. മറ്റേത് രണ്ടും എളുപ്പമാണ് മനസ്സിലാക്കാൻ. വലിയൊരു റിവൈവൽ നടക്കുന്നിടത്ത് ഒരാൾ എണീക്കുന്നു, വീൽ ചെയറിൽ വന്ന ഒരു വ്യക്തി എണീക്കുന്നതൊക്കെ കാണുമ്പോഴും ഭയങ്കര രസമാണ്, ആൾക്കാർക്കെല്ലാം മനസ്സിലാകും. ഇറ്റ്സ് എ സിമ്പിൾ തിങ്. അതാണ് നാം പലപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നത്, കൾച്ചറൽ എക്സ്പെക്ടേഷൻ. കൊരിന്ത്യർ ലേഖനത്തില് പൗലോസ് അവിടെയാണ് കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അവർക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും അല്ല അവർ കണ്ടത്. അവർ രണ്ട് കാര്യത്തിൽ അവർ പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരായിരുന്നു. കാര്യം ഒന്ന്, കൃപാവരങ്ങളിൽ ഒട്ടും കുറവില്ലാത്ത ഒരു സഭയായതുകൊണ്ട് അവർ ഈ മിറക്ലോസ് ആയിട്ടുള്ള സയൻസിനൊക്കെ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരായിരുന്നു. അതോടൊപ്പം തന്നെ ഈ പട്ടണം വലിയ ജ്ഞാനികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു പട്ടണമായതുകൊണ്ട് അവർ ഈ സോഫിസ്റ്റിക്കേറ്റഡ് വിസ്ഡം, ഗ്രീക്സിന്റെ സോഫിസ്റ്റിക്കേറ്റഡ് വിസ്ഡത്തിലും ഫിലോസഫിയിലും ഒക്കെ ഒരുപാട് ഇംപ്രസ്ഡ് ആകുന്ന ആൾക്കാരായിരുന്നു. അപ്പൊ ഇത് രണ്ടുമല്ല ക്രൂശിൽ സംഭവിച്ചത്. പക്ഷെ ക്രൂശിന്റെ വചനം അവർക്ക് ഫുളിഷ്നെസ് ആയിട്ട് തോന്നിയെങ്കിലും ദൈവത്തിന് വലിയ പദ്ധതികൾ അതിന്റെ പുറകിലുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവും ആയതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്ന ഒരു കാര്യം പൗലോസ് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ വേറെ എങ്ങും നോക്കണ്ട, നിങ്ങൾ വന്ന പശ്ചാത്തലം ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇവിടെ ഇത്രയും ജ്ഞാനികളും ഇത്രയും ബലവാന്മാരും ഒക്കെ ഉള്ളപ്പോൾ ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തത് ഒരു വലിയ എക്സാമ്പിളാണ്. നിങ്ങളിതിൽ വലിയ ജ്ഞാനികളായിട്ടുള്ള വ്യക്തികളൊന്നും അല്ലെങ്കിൽ പോലും ദൈവവചനത്തിൻ്റെ മർമ്മം നിങ്ങൾക്ക് വെളിപ്പെടുത്തി ദൈവം നിങ്ങളെ രക്ഷയിലേക്ക് നയിച്ചു. ആ കാലഘട്ടത്തിൽ അന്ന് വന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അവരാരും വലിയ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ളതും നോബിളായിട്ടുള്ളതും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളൊന്നും അല്ലായിരുന്നു. ഇന്ന് ദൈവസഭയിൽ അങ്ങനെയൊക്കെയുള്ള വ്യക്തികളുണ്ട്. അവരെ ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എന്നാലും ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഈ വചനത്തിൻ്റെ മർമ്മവും ശക്തിയും നമുക്ക് മനസ്സിലാകണമെങ്കിൽ നാം നമ്മുടെ ജ്ഞാനത്തിലോ ഇൻഫ്ലുവൻസിലോ എഡ്യൂക്കേഷൻസിലോ ഒന്നും ഊന്നി നിൽക്കുന്നവരായി മാറരുത്. അതിലെല്ലാത്തിനും ഉപരിയായിട്ട് നാം കർത്താവിൽ ആശ്രയിക്കുകയും
കർത്താവിൻ്റെ വചനത്തിൻ്റെ ആ വ്യവസ്ഥയ്ക്ക് കീഴടങ്ങി ദൈവത്തിൽ നമ്മുടെ നമ്മുടെ വീക്ക്നെസ്സുകൾ ദൈവവചനത്തിൻ്റെ അതിൻ്റെ വലിയ എക്സ്പാൻഷന് കാരണമായിട്ട് തീരുവാനായിട്ട് ഇടയാകും. അപ്പം ദൈവം സെലക്ട് ചെയ്തത് വീക്കായിട്ടുള്ള വലിയ ഇൻഫ്ലുവൻഷ്യലായിട്ടുള്ള ആൾക്കാരെയൊന്നും അല്ല, വളരെ സിമ്പിളായിട്ടുള്ള ഒരാൾക്കാരെ. എന്നെ പൗലോസ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ തന്നെ നോക്കുവിൻ. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത മാറ്റം ഇന്നും ഈ കാലഘട്ടത്തിൽ നോക്കിയാൽ DL മൂഡിയുടെയൊക്കെ എക്സാമ്പിൾ പറഞ്ഞാൽ അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഷൂ മേക്കറായിട്ടുള്ള അദ്ദേഹത്തിനെ ആയിരങ്ങളെ റീച്ച് ഔട്ട് ചെയ്യുവാനായിട്ട് ദൈവം ഉപയോഗിക്കുവാനായിട്ടിടയായി. ഇത് ഒരു നിക്കി ക്രൂസിൻ്റെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ന്യൂയോർക്കിൽ സിറ്റിയിൽ ഒരു മാഫിയ കിങ് ആയിരുന്ന വ്യക്തിയെ അനേകരെ കർത്താവിലേക്ക് നയിക്കുവാൻ, അനേക രാജ്യങ്ങളിൽ സഭകൾ സ്ഥാപിക്കുവാൻ ദൈവത്തിന് ഉപയോഗിക്കുവാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസത്തിലോ അല്ലെങ്കിൽ നമ്മുടെ കഴിവിലോ അല്ലെങ്കിൽ നമ്മുടെ ഇൻഫ്ലുവൻസിലോ ഒന്നും അല്ല ദൈവം പ്രവർത്തിക്കുന്നത് നമ്മുടെ ദൈവസന്നിധിയിലുള്ള കമ്മിറ്റ്മെൻറ്റിൽ, ദൈവസന്നിധിയിലുള്ള താഴ്മയിൽ ആണ് ദൈവം പ്രവർത്തിക്കുന്നത്. അപ്പം നമ്മളെ ട്രാൻസ്ഫോം ചെയ്യുന്നത് ആ ദൈവത്തിൻ്റെ പവർ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. പലപ്പോഴും നമുക്ക് ഈ വചനമൊക്കെ മനസ്സിലാകുമ്പോൾ ഒരു കാര്യം, ആ ദൈവത്തിൻ്റെ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് കാത്തിരിക്കാതെ നമ്മുടെ കയ്യിലുള്ളതിനെയൊക്കെ വെച്ച് നാം പലപ്പോഴും ദൈവ വേല ചെയ്യുവാനും നമ്മളെ കൊണ്ടാകുന്നതൊക്കെ ചെയ്യുവാനൊക്കെ ശ്രമിക്കും. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെ. നമ്മുടെ ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുമ്പോൾ ദൈവം നമ്മളെ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവത്തിൻ്റെ മിനിസ്ട്രിയിലേക്ക് നമ്മളെ ലീഡ് ചെയ്യുവാനായിട്ട് ഇടയാകും. ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കുവാനായിട്ട് കഴിയുക. നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ ട്രാൻസ്ഫോർമേഷനിലൂടെ നാം കടന്നു പോകാതെ നാം തന്നെ നമ്മളെ പ്രസൻറ്റ് ചെയ്യുവാനായിട്ട് ശ്രമിച്ചാൽ നമുക്കൊരിക്കലും സാക്ഷികളാകുവാനായിട്ട് കഴിയത്തില്ല. ദൈവത്തിന് നമ്മളെ സാക്ഷികളാക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായ ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ നാം കടന്നു പോയെങ്കിലേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നു, ഒരു മനുഷ്യനും ദൈവത്തിലല്ലാതെ നമ്മൾ തന്നിൽ തന്നെ പ്രസാദിക്കുവാനായിട്ട് കഴിയത്തില്ല. കാര്യം നമ്മുടെ എല്ലാം വീക്ക്നെസ്സുകളെയാണ് ദൈവത്തിന് ഉപയോഗിക്കുവാനായിട്ട് ഇടയാകുന്നത്. ഒരിക്കലും DL മൂഡിക്ക് തൻ്റെ വിദ്യാഭ്യാസം കൊണ്ടാണ് തന്നെ ഇത്രയും റീച്ച് ഔട്ട് ചെയ്യുവാനായിട്ട് ഇടയായെന്ന് തനിക്ക് പറയുവാനായിട്ട് കഴിയത്തില്ല. തൻ്റെ പ്രസംഗത്തിൽ ഒരുപാട് ചലഞ്ച് ഈ യൂറോപ്പിലും ഒക്കെ താൻ പോയി പ്രസംഗിച്ചപ്പോൾ ഒരുപാട് പേരും പറഞ്ഞു തൻ്റെ ഗ്രാമർ ശരിയല്ല, തൻ്റെ ഇംഗ്ലീഷ് ശരിയല്ല, ഇങ്ങനെയുള്ള ഒരുപാട് ചലഞ്ചസ് നേരിട്ട ഒരു വ്യക്തിയാണ്. പക്ഷേ ഇന്നും പ്രാസംഗികരിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ശക്തനായിട്ട് പ്രയോജനപ്പെട്ട ഒരു വ്യക്തിയില്ല. തനിക്ക് എന്നും പറയുവാനായിട്ട് കഴിയും, തൻ്റെ ഇംഗ്ലീഷിൻ്റെ ഫ്ലുവൻസി കൊണ്ടോ അല്ലെങ്കിൽ തൻ്റെ വാക്ചാതുര്യം കൊണ്ടോ ഒന്നും അല്ല ദൈവം തന്നെ ഉപയോഗിച്ചത്. പകരം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന വ്യക്തികളെ ദൈവം ഉപയോഗിക്കുവാനായിട്ട് ഇടയാകും. അപ്പോൾ ദൈവസന്നിധിയിൽ നാം താഴുക, ദൈവം നമ്മളെ തക്ക സമയത്ത് ഉയർത്തുവാനായിട്ട് ഇടയാകും. അതിൻ്റെ 31, 30, 31 വാക്യങ്ങളോട് വായിച്ചിട്ട് നമുക്കത് കൺക്ലൂഡ് ചെയ്യാം. നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ആകേണ്ടതിന് തന്നെ. പ്രശംസിക്കുന്നവർ കർത്താവിൽ പ്രശംസിക്കട്ടെ. ഇവിടെ പോൾ കൺക്ലൂഡ് ചെയ്യുന്ന 3 കാര്യങ്ങൾ ഇവിടെ പറയുന്നു. ദൈവം നമ്മളെ എങ്ങനെയാണ് ദൈവം നമ്മളെ ശുദ്ധീകരണം, 3 കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നു. ഒന്ന്, റൈച്ചസ്നസ്, റൈറ്റ് സ്റ്റാൻഡിങ് വിത്ത് ഗോഡ്. ഇത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തത്. നമുക്ക് ഇതിനകത്ത് ഒരു പങ്കുമില്ല. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം മൂലം അവൻ നമ്മളെ കഴുകി പുതിയൊരു ഉടുപ്പ് നമുക്ക് ഇടിയിപ്പിച്ചു. അതുകൊണ്ട് നമുക്കിന്ന് ദൈവസന്നിധിയിൽ പോയി നിൽക്കുവാനായിട്ട് കഴിയും. വി ഹാവ് എ റൈറ്റ് സ്റ്റാൻഡിങ് വിത്ത് ഗോഡ്. 2, സാൻറ്റിഫിക്കേഷൻ. അത് ഓൺ ഗോയിങ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ഈ ദൈവവചന പഠനങ്ങളിലൂടെ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ട ഒരു കാര്യമാണ് സാൻറ്റിഫിക്കേഷൻ. അത് നടന്നുകൊണ്ടിരിക്കുന്നു. ഓരോ വചനങ്ങൾ കേൾക്കുമ്പോഴും നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു സാൻറ്റിഫിക്കേഷൻ നമ്മുടെ ജീവിതത്തിൽ നടക്കണം. 3-മതായിട്ട് നടക്കുന്ന ഒരു കാര്യം റിഡംഷൻ. അത് കംപ്ലീറ്റ് സാൽവേഷൻ. കർത്താവിൻ്റെ വരവിൽ നാം എടുക്കപ്പെടുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുവാനായിട്ട് ഇടയാകും. ഇതിനകത്തൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നാം ക്രിസ്തുവിലിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ക്രിസ്തുവിലില്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഇതൊന്നും നടക്കത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നാം ആ ഒരു ബോധ്യത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഹിം ദാറ്റ് വി ആർ ഇൻ ക്രൈസ്റ്റ് ജീസസ്.
നമ്മുടെ ഒരു വിസ്റ്റം കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ ഒന്നും നേടിയതല്ല എന്നുള്ള ഒരു വലിയ ബോധ്യം കൊരിന്ത് സഭയെ പൗലോസ് അറിയിക്കുകയാണ്. അതിന്ന് നമ്മുടെ സഭകളിലും അത് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ന് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം, നമ്മൾ പലപ്പോഴും ഈ പേഴ്സണൽ ബ്രാൻഡിങ്ങിലും ഇംപ്രസീവ് റെസ്യൂമീസും ഒക്കെ ഉണ്ടാക്കി നമ്മളിന്ന് എല്ലാ ഈ PA വർക്കിനകത്തൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നമുക്ക് നമ്മളിൽ ഒന്നും ബോസ്റ്റ് ചെയ്യാനില്ല, എല്ലാം ദൈവത്തിൻ്റെ ദാനം, ദൈവത്തിൻ്റെ കൃപ, അതുകൊണ്ട് മാത്രമാണ് നാം ആയിരിക്കുന്നത് എന്നുള്ള വലിയൊരു ബോധ്യം. അതെല്ലാം കൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്താൽ 17 മുതലുള്ള വാക്യങ്ങളാണ് നാം വായിച്ചത്. ഇതിനകത്തും 4 പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്ന്, പാരഡോക്സ് ഓഫ് ദ ക്രോസ്. നമ്മുടെ വിസിബിൾ വീക്ക്നെസ്, അത് ദാറ്റ് കണ്ടെയ്ൻസ് അൾട്ടിമേറ്റ് പവർ. മറ്റുള്ളവരുടെ മുമ്പിൽ അതൊരു വീക്ക്നെസ് ആയിരിക്കാം. നമ്മളെ പലപ്പോഴും ഈ ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, ചിലർ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ട്. മറ്റുള്ളവർ നോക്കുകയാണെങ്കിലോ കരയുന്നതൊക്കെ വലിയ വീക്ക്നെസ്സാണ്. അല്ലെങ്കിൽ എല്ലാം ദൈവസന്നിധിയിൽ പോയിരുന്ന് കരയുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന വീക്ക്നെസ്സാണ്. യു ക്യാൻ ഡു ഇറ്റ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ സമൂഹം നമ്മളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ ചെയ്യാനായിട്ട് പറ്റും, എന്തിനാ എല്ലാത്തിനും ദൈവത്തെ ആശ്രയിക്കുന്നത്, അത് മടിയന്മാരാണ് അങ്ങനെ ചെയ്യുന്നതെന്നൊക്കെയുള്ള തിയോളജീസാണ് ഇന്ന് കൂടുതലും നാം കേൾക്കുന്നത്. എന്നാൽ ദൈവസന്നിധിയിൽ കരയുന്ന ദൈവവേദലെ, നീയാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വ്യക്തി. അങ്ങനെ ചെയ്യുവാൻ കഴിയുന്ന വ്യക്തികൾക്ക് മാത്രമേ ദേശത്തെ പിടിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. വലിയ പ്രസംഗങ്ങളൊന്നും പ്രസംഗിക്കുന്നവരെക്കാൾ അധികം ഏറ്റവും പവർഫുള്ളായിട്ട് ദൈവം ഉപയോഗിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു വീക്ക്നെസ് ഉള്ള, ഒരു മീക്കായിട്ടുള്ള ഹൃദയമുള്ള വ്യക്തികളെയാണ് ദൈവത്തിന് ഉപയോഗിക്കുവാനായിട്ട് കഴിയുന്നത്. അതാണ് ക്രൂശിൻ്റെയും ഒരു വലിയ മെസ്സേജ്. അവിടെ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ നോക്കുവാണെങ്കിൽ അത് വലിയ വീക്ക്നെസ്സും പരാജയമാണ്. എന്നാൽ അതാണ് ഇന്ന് നമ്മളെ കർത്താവിൻ്റെ സന്നിധിയിൽ ധൈര്യത്തോടെ തല ഉയർത്തി നിർത്തുവാനായിട്ട് കാരണമായി തീർന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, ദൈവിക ജ്ഞാനവും മനുഷ്യൻ്റെ ജ്ഞാനവും തമ്മിലുള്ള ഒരു ഡിഫറൻസിനെ നാം ഇന്ന് കാണുവാനായിട്ടിടയായി. മൂന്നാമത്തെ പോയിന്റ്, ഗ്രേസ് ആൻഡ് ഇലക്ഷൻ. ദൈവമാണ് നമ്മളെ തെരഞ്ഞെടുത്തത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ തെരഞ്ഞെടുപ്പിന് നിങ്ങൾക്ക് ഒരു യോഗ്യതയും ഇല്ലായിരുന്നു, എന്നാൽ തെരഞ്ഞെടുക്കുവാൻ ഒരു യോഗ്യതയും ഇല്ലാത്ത, ഗോഡ് ചോസസ് ദ അൺലൈക്ലി എന്ന് പറഞ്ഞാൽ, കമ്പയർ ചെയ്ത് നോക്കിയാൽ നാം ഒരിക്കലും ദൈവസന്നിധി വരുവാൻ ഒരു യോഗ്യതയും ഇല്ലായിരുന്നു. നമ്മളെ ദൈവം തെരഞ്ഞെടുത്തു. നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ജ്ഞാനികൾക്ക് മറവായിരുന്ന ഈ സത്യം ദൈവം നമ്മളെ കാണിച്ചു തരുവാനായിട്ടിടയായി. നാലാമത്തെ പോയിന്റ് നാം ഇന്ന് ചിന്തിച്ചത്, ക്രൈസ്റ്റ് സെൻറ്റേർഡ് ആയിട്ടുള്ള, എപ്പോഴും എല്ലാ സമയത്തും നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ചിന്ത വേണം. ജീസസ് ഈസ് അവർ വിസ്ഡം. ഈസ് നോട്ട് എ മീൻ ടു വിസ്ഡം, ഹി ഈസ് അവർ വിസ്ഡം. അതായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ വലിയൊരു ചിന്ത, അല്ലെങ്കിൽ അത് നമ്മളെ ഭരിക്കുവാനായിട്ട് ഇടയാകട്ടെ. നമ്മുടെ മിനിസ്ട്രിയിലും ഇത് നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു ആപ്ലിക്കേഷൻ സൈഡിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇടയാകും. ഞാനൊരു ചോദ്യം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇടുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഈ വചനം കേട്ട വ്യക്തികളോട് ഒരു കാര്യം, ഒറ്റ കാര്യം ഒന്ന് ഐഡന്റിഫൈ ചെയ്ത, വാട്ട് വീക്ക്നെസ് ഇൻ യുവർ ലൈഫ് മൈറ്റ് ഗോഡ് ബി യൂസിങ് ടു ഡിസ്പ്ലേ ഹിസ് പവർ? ദൈവം നമ്മളെ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, അല്ലെ ഉപയോഗിക്കുന്നതെന്ന് നാം വിശ്വസിക്കുമ്പോൾ, ഏത് വീക്ക്നെസ് ആണ് നമ്മുടെ ജീവിതത്തിലുള്ളത് ദൈവം ഉപയോഗിക്കുന്നത്? വീക്ക്നെസ് എന്ന് ഞാൻ ഉദ്ദേശിച്ച പാപത്തെക്കുറിച്ചല്ല. നമ്മുടെ, ഫോർ എക്സാമ്പിൾ, മോശയെക്കുറിച്ച് ചോദിച്ചാൽ, മോശയോട് ചോദിക്കുക എന്താണ് നിന്റെ വീക്ക്നെസ് എന്ന് വെച്ചാൽ, മോശ പറയും, എനിക്ക് സംസാരിക്കാനായിട്ട് വീക്കുള്ള മനുഷ്യനാണ്. എന്നുവെച്ചാൽ ഇത്രയും വലിയൊരു ലീഡറിനെ കുറിച്ച് ഇസ്രായേൽ ജനമൊക്കെ ആഗ്രഹിക്കുന്നത് പുള്ളിയെ സംബന്ധിച്ച് വലിയ പഞ്ച് ഡയലോഗ്സ് ഒക്കെ പറയുവാനായിട്ട് കഴിവുള്ള ഒരു വ്യക്തി എന്നാണ്. പക്ഷെ മോശ ഒരു ഡയലോഗൊക്കെ പറയാനായിട്ട് തുടക്കം ഈ പറഞ്ഞ് അവസാനം വരുമ്പോഴത്തേക്ക് ആദ്യം എന്തോ പറഞ്ഞെന്നുള്ളത് കേൾക്കുന്നവർ മറന്നു പോകുന്ന രീതിയിലുള്ള അങ്ങനെയുള്ളൊരു വ്യക്തിയായിരുന്നു. ഈ ഇത്രയും വീക്കായിട്ടുള്ളൊരു വെസലിനെ ദൈവം ലക്ഷക്കണക്കിന് ഇസ്രായേൽ ജനത്തിനെ ആ മരുഭൂമിയിലൂടെ നയിക്കുവാനായിട്ട് ഉപയോഗിച്ചെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല. നമ്മുടെ ജീവിതത്തിലും നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് നമുക്ക് കഴിവില്ലാത്തത് കൊണ്ടാണ് ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാനായിട്ട് കഴിയാത്തതെന്ന്. എന്നാൽ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ വീക്ക്നെസ്സിലാണ് ദൈവം നമ്മളെ ഉപയോഗിക്കുന്നത്. നമുക്ക് ഇന്ന കാര്യം നടക്കത്തില്ല, അല്ലെങ്കിൽ ഇന്ന കാര്യം എന്നെ കൊണ്ട് കഴിയത്തില്ല എന്ന് പറയുമ്പോഴാണ്, അവിടാണ് ദൈവത്തിന് നമ്മളെ ഉപയോഗിച്ച് നമുക്ക് തന്നെ മനസ്സിലാക്കിച്ചു തരും, നിന്റെ കഴിവുകൊണ്ടല്ല നീ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവിടെ മഹത്വം മുഴുവനും ദൈവത്തിന് പോകുവാനായിട്ട്
ഇടയാകും. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ.